എന്താവണം ഒരു നേതാവ്? ആ നേതാവ് പ്രവർത്തകർക്ക് എങ്ങനെയുള്ള നേതാവായി തീരണം? പ്രവർത്തകർക്ക് നൽകേണ്ട നിർദ്ദേശങ്ങൾ എന്താണ്? ആ പ്രവർത്തകർ നേതാവിൽ നിന്നും പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ വ്യക്തമാക്കി തരികയാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവ്. പ്രതിപക്ഷ പാർട്ടികൾ പോലും രാഷ്ട്രീയപരമായി ആരോപണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ നടത്തുമെങ്കിൽ പോലും രാഹുൽ ഗാന്ധി എന്ന നേതാവിനോട് എല്ലാവർക്കും ബഹുമാനം തന്നെയാണ്. അതിൻ്റെ കാരണം രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിലുള്ള ഗുണങ്ങൾ തന്നെയാണ്. ആ വ്യക്തിത്വം എടുത്തു പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിലെടുത്തു പറയേണ്ടത് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തു. ആ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേൾക്കാൻ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കന്മാർ TV-യിൽ നോക്കിയിരുന്നു. കാരണം അന്ന് എന്തായിരിക്കും രാഹുൽ ഗാന്ധി പറയുക എന്നുള്ളത് അവർക്ക് വ്യക്തമാകണമായിരുന്നു. തിരഞ്ഞെടുപ്പിന് മുൻപ് പലരും പല രീതിയിൽ രാഹുൽ ഗാന്ധിയെ അവഹേളിച്ചിട്ടുണ്ട്. വിദേശിയുടെ മകനാണെന്നും പപ്പുവാണെന്നും പറഞ്ഞ് ഒരുപാട് രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പലരും സോഷ്യൽ മീഡിയയിൽ വന്ന് രാഹുൽ ഗാന്ധിയെ വിദേശിയാണെന്ന് പറഞ്ഞ് വളരെയധികം അവഹേളിക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ നിക്ഷേപിച്ചിരുന്നു. എടുത്തു പറഞ്ഞാൽ പലരും BJP നേതാക്കളാണ്. അത്തരത്തിലുള്ള സമയത്ത് 5 സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുകയും മധ്യപ്രദേശും ഛത്തീസ്ഗഡും അതുപോലെ തന്നെ രാജസ്ഥാനും പിടിച്ചെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പത്രസമ്മേളനത്തിൽ തങ്ങൾക്ക് തരുന്ന മറുപടിയായിരിക്കുമെന്ന് വിചാരിച്ച് പലരും TV-യിൽ കണ്ണ് ചലിപ്പിച്ചു നിന്നു. പക്ഷേ ആ സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധേയമായതാണ്. പല ദേശീയ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തതുമാണ്. ആ സമയത്ത് BJP-യെ കുറ്റപ്പെടുത്താതെ അവർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: BJP-യാണ് നല്ല ഭരണം കാഴ്ചവെക്കുന്നതെങ്കിൽ എല്ലാവിധ പിന്തുണയും BJP-ക്കുണ്ട്. മോശമായ രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ചതുകൊണ്ടാണ് പല രീതിയിലും നിങ്ങൾക്ക് നേരെ തിരിഞ്ഞത്. ആരോടും വ്യക്തിപരമായി ഒരു ദേഷ്യമോ ഒരു വിദ്വേഷമോ ഇല്ല. മറിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ എല്ലാവിധ പിന്തുണ തരാനും കോൺഗ്രസ് കൂടിയുണ്ട്. BJP മുക്ത ഭാരതം എന്നുള്ള സ്വപ്നം കോൺഗ്രസിനില്ല. മറിച്ച് അഴിമതി മുക്ത ഭാരതം എന്നുള്ള ഒരു സ്വപ്നം മാത്രമാണ് കോൺഗ്രസിനുള്ളത്. എത്ര മനോഹരമായിട്ടുള്ള വാക്കുകളാണ്! ഏതൊരു പ്രതിപക്ഷ നേതാവിനെയും ഒന്ന് രാഹുൽ ഗാന്ധിയിലേക്ക് അടുപ്പിച്ചേക്കാം. അത്തരത്തിലുള്ള മാർഗദർശിയായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി. അത് കഴിഞ്ഞ് ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് കൃത്യമായിട്ടുള്ള മറുപടി 2019 നൽകാൻ രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നു. അപ്പോഴും മര്യാദയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലായിരുന്നു. പല രീതിയിൽ പല നേതാക്കന്മാർ അധിക്ഷേപിച്ചപ്പോൾ അവർക്കൊക്കെ മറുപടി നൽകിയത് മാന്യതയുടെ രൂപത്തിലായിരുന്നു രാഹുൽ ഗാന്ധി. ഇടയ്ക്കിടയ്ക്ക് പലരും വന്ന് അവഹേളിക്കുമ്പോൾ രാഹുൽ ഗാന്ധി നിശബ്ദമായി നിൽക്കുന്നു. ഇത് തന്നെയാണ് ഒരു നേതൃത്വം. പ്രവർത്തകർക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നൽകുന്ന ഒരു മഹത്തായ നേതൃത്വം എന്ന് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിക്കാം. അതുമാത്രമല്ല, പ്രവർത്തകരോട് പെരുമാറുന്ന രീതിയും എടുത്തു പറയേണ്ടതാണ്. ശക്തി ആപ്പ് വഴി പ്രവർത്തകരാണ് കോൺഗ്രസിന്റെ കരുത്ത് എന്നുള്ളത് രാഹുൽ ഗാന്ധി തുറന്നു കാണിച്ചിരിക്കുകയാണ്. ആരാവണം സ്ഥാനാർത്ഥി, എന്താവണം കോൺഗ്രസ് മുന്നോട്ട് വെക്കേണ്ട നീക്കങ്ങൾ, എന്താവണം കോൺഗ്രസിന്റെ മുദ്രാവാക്യം, ഇതൊക്കെ എടുത്തെടുത്ത് പറഞ്ഞ് പ്രവർത്തകരാണ് രാഷ്ട്രീയം എന്ന് കാണിച്ചു കൊടുത്ത രാഹുൽ ഗാന്ധി എന്ന നേതൃത്വം ആരെയും കബളിപ്പിക്കാതെ മുന്നോട്ട് പോകുന്നവരാണ്. പല നേതാക്കന്മാരും കാല് കഴുകിക്കൊടുത്ത് വെള്ളം കുടിപ്പിച്ച് പല രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി തൻ്റെതായിട്ടുള്ള രീതികളിൽ വ്യക്തിത്വത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു മാറ്റവും വരാതെ കോൺഗ്രസ് ആണ് യഥാർത്ഥ സത്യം എന്നുള്ളത് രാഹുൽ ഗാന്ധിയിലൂടെ രാഹുൽ ഗാന്ധി മനസ്സിലാക്കി കൊടുക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.